എന്താണ് മോക്ക് പോൾ എന്നതാണ്, എങ്ങനെയാണ് മോക്ക് പോൾ നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതിന്റെ പ്രാധാന്യം എന്ത് എന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നു. പോളിംഗിന് മുമ്പ് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റ് റിഹേഴ്സലാണ് മോക്ക് പോൾ. പോളിംഗ് ഏജന്റുമാരെ ഈ മെഷീനുകളുടെ പ്രവർത്തനക്ഷമത ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് മോക്ക് പോളിനുള്ളത്. വോട്ടിംഗ് ആരംഭിക്കുന്നതിന് 90 മിനിറ്റ് മുൻപ് മോക്ക് പോൾ ആരംഭിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് രാവിലെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ അതിന് 90 മിനിറ്റ് മുമ്പ്, അതായത് രാവിലെ 5:30 മോക്ക് പോൾ ആരംഭിക്കേണ്ടത്. മോക്ക് പോൾ ആരംഭിക്കുന്ന സമയത്ത് 2-ലധികം പോളിംഗ് ഏജന്റുമാർ പോളിംഗ് സ്റ്റേഷനിൽ സന്നിഹിതരായിരിക്കണം. എന്നാൽ 2-ൽ കുറവാണ് പോളിംഗ് ഏജന്റുമാർ ഉള്ളതെങ്കിൽ 15 നിമിഷം കൂടി വെയിറ്റ് ചെയ്ത് അതിനുശേഷവും ഏജന്റുമാർ എത്തിയിട്ടില്ലെങ്കിൽ മോക്ക് പോൾ ആരംഭിക്കാവുന്നതാണെന്ന് നിർദ്ദേശങ്ങളിൽ പറയുന്നു. മോക്ക് പോൾ ആരംഭിക്കുമ്പോൾ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനകത്ത് അതിന്റെ യഥാസ്ഥാനങ്ങളിൽ വെക്കേണ്ടതുണ്ട്. ഇത് പിന്നീട് മോക്ക് പോൾ കഴിഞ്ഞതിന് ശേഷവും ആക്ച്വൽ പോളിന് മുൻപും അവിടെ നിന്ന് മാറ്റേണ്ടതില്ല. കൺട്രോൾ യൂണിറ്റ് 3-ാം പോളിംഗ് ഓഫീസറുടെ ടേബിളിലാണ് വെക്കേണ്ടത്. ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ വിവിപാറ്റിലേക്കും വിവിപാറ്റിന്റെ കേബിൾ കൺട്രോൾ യൂണിറ്റിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കളർ കോഡ് ആ കണക്ടറുടെ കളർ കോഡിനനുസരിച്ചതായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. തുടർന്ന് വിവിപാറ്റിന്റെ പേപ്പർ റോൾ സ്വിച്ച് അൺലോക്ക് ചെയ്യുക. ട്രാൻസ്പോർട്ടേഷൻ മോഡായ ഹൊറിസോണ്ടൽ മോഡ് പൊസിഷനിൽ നിന്ന് വർക്കിംഗ് മോഡായ വെർട്ടിക്കൽ പൊസിഷനിലേക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയാണ് അത് തിരിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. വിവിപാറ്റിന്റെ ഡ്രോപ്പ് ബോക്സ് പരിശോധിച്ച് അതിനകത്ത് ഒരു സ്ലിപ്പുമില്ലെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അത് പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യണം. അതിനുശേഷം കൺട്രോൾ യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് വേണ്ടത്. തുടർന്ന് കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് ഡിസ്പ്ലേയിൽ മെഷീനകത്ത് ഒരു വോട്ടുകളുമില്ല എന്നും 0 വോട്ടുകളാണ് ഉള്ളത് എന്നും പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തണം. മോക്ക് പോൾ സമയത്ത് പോളിംഗ് സ്റ്റേഷനിലുള്ള ഏജന്റുമാരോട് വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെടുക. മോക്ക് പോളിൽ ഏറ്റവും ചുരുങ്ങിയത് 50 വോട്ടുകൾ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശമുള്ളത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും, നോട്ടയുൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ കണക്ക് എഴുതി സൂക്ഷിക്കുവാൻ ഒരു പോളിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തേണ്ടതുണ്ട്. മോക്ക് പോളിലെ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് റിസൾട്ട് സെക്ഷൻ അകത്തുള്ള റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മെഷീനകത്ത് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകളെ സംബന്ധിച്ചുള്ള ഡിസ്പ്ലേ പരിശോധിക്കുക. ഇത് നേരത്തെ രേഖപ്പെടുത്തി വെച്ച റിസൾട്ടുമായി ടാലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഈ 2 വോട്ടുകളുടെ കണക്കും ടാലി ചെയ്യുന്നുണ്ട് എങ്കിൽ കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് സെക്ഷൻ അകത്തുള്ള ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മോക്ക് പോളിൽ ചെയ്ത വോട്ടുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. വിവിപാറ്റിലെ ഡ്രോപ്പ് ബോക്സിലെ മോക്ക് പോൾ സ്ലിപ്പുകൾ എല്ലാം പുറത്തെടുത്ത് വോട്ടുകൾ അതിലും എണ്ണിത്തിട്ടപ്പെടുത്തുക. ഇതും നേരത്തെയുള്ള വോട്ടുകളുമായി ടാലി ചെയ്യപ്പെടേണ്ടതുണ്ട്. ഗ്രീൻ പേപ്പർ സീൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത കർത്തവ്യം. കൺട്രോൾ യൂണിറ്റിലെ റിസൾട്ട് സെക്ഷനിലെ ഇന്നർ ഡോറിലാണ് ഗ്രീൻ പേപ്പർ സീൽ ഉറപ്പിക്കുന്നത്.
ഗ്രീൻ പേപ്പർ സീലിന്റെ രണ്ടറ്റത്തുമായി എ ബി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എ എന്ന ഭാഗം മുകളിൽ വരത്തക്ക വിധമാണ് ഗ്രീൻ പേപ്പർ സീൽ ഉറപ്പിക്കേണ്ടത്. ഗ്രീൻ പേപ്പർ സീൽ വച്ചതിനു ശേഷം ഇന്നർ ഡോർ അടച്ച് അതിൽ നൂലുപയോഗിച്ച് സ്പെഷ്യൽ ടാഗ് സീൽ ചെയ്യേണ്ടതാണ്. സ്പെഷ്യൽ ടാഗിന് സീൽ ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പർ രേഖപ്പെടുത്തി വേണം സീൽ ചെയ്യാൻ. അരക്ക് ഉപയോഗിച്ച് സീൽ ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് റിസൾട്ട് സെക്ഷന്റെ ഔട്ടർ ഡോർ സീൽ ചെയ്യേണ്ടതുണ്ട്. അഡ്രസ് ടാഗ് ഉപയോഗിച്ചാണ് ഇവിടെ സീൽ ചെയ്യേണ്ടത്. സീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്രസ് ടാഗിൽ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. വീണ്ടും വിവിപാറ്റിന്റെ ഡ്രോപ്പ് ബോക്സ് പരിശോധിച്ച് അതിനകത്ത് ഒരൊറ്റ സ്ലിപ്പ് പോലുമില്ല എന്ന് മനസ്സിലാക്കി അത് പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം വിവിപാറ്റിന്റെ ഡ്രോപ്പ് ബോക്സ് സീൽ ചെയ്യേണ്ടതാണ്. അഡ്രസ് ടാഗ് എല്ലാ പൂരിപ്പിക്കലും വരുത്തി കൃത്യമായി സീൽ ചെയ്തു വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ആദ്യത്തെ ഡിസ്പ്ലേകളെല്ലാം വന്നതിന് ശേഷം ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് മെഷീനകത്ത് വോട്ടുകൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തണം. വിവിപാറ്റ് ഡ്രോപ്പ് ബോക്സിൽ നിന്ന് എടുത്ത മോക്ക് പോൾ സ്ലിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള 1/4 എന്ന രേഖപ്പെടുത്തിയിട്ടുള്ള കറുത്ത കവറിൽ അകത്താക്കി അത് ഒട്ടിച്ച് പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണിച്ചതുപോലെ സീൽ ചെയ്യേണ്ടതുണ്ട്. മോക്ക് പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗമായ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കേണ്ടതുണ്ട്. ആദ്യ ഭാഗത്തിൽ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷന്റെ വിവരങ്ങളെ സംബന്ധിച്ചുമാണ് രേഖപ്പെടുത്തേണ്ടത്. മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ ഈ ഭാഗത്ത് മോക്ക് പോളിൽ ചെയ്ത വോട്ടുകളുടെ കണക്കാണ് രേഖപ്പെടുത്തേണ്ടത്. ആദ്യ കോളത്തിൽ ക്രമനമ്പറും രണ്ടാമത്തെ കോളത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരും മൂന്നാമത്തെ കോളത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകളുടെ കണക്കും നാലാമത്തെ കോളത്തിൽ കൺട്രോൾ യൂണിറ്റ് പരിശോധിച്ചപ്പോൾ ലഭിച്ച വോട്ടുകളുടെ കണക്കും അഞ്ചാമത്തെ കോളത്തിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണിയപ്പോൾ ലഭിച്ച വോട്ടുകളുടെ കണക്കുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഈ 3, 4, 5 കോളങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ തുല്യമായിരിക്കണം എന്ന് പറയേണ്ടതില്ലല്ലോ. ഇത് മൂന്നും തുല്യമാണെങ്കിൽ ആറാമത്തെ കോളത്തിൽ യെസ് എന്ന് രേഖപ്പെടുത്തണം. തുടർന്ന് ഏഴാമത്തെ കോളത്തിൽ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പും അവരുടെ പാർട്ടിയുടെ പേര് ചുരുക്കത്തിലും രേഖപ്പെടുത്തേണ്ടതുണ്ട്. മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ ഈ ഭാഗത്ത് നിങ്ങൾ രേഖപ്പെടുത്തേണ്ട ആദ്യ ഉത്തരം ക്ലിയർ ബട്ടൺ കൺട്രോൾ യൂണിറ്റിൽ മോക്ക് പോളിന് ശേഷം പ്ലസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ യെസ് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ സ്വന്തം കൈപ്പടയിൽ ക്ലിയർ ബട്ടൺ ഓൺ ദ കൺട്രോൾ യൂണിറ്റ് ഹാസ് ബീൻ പ്രസ്ഡ് ടു ക്ലിയർ മോക്ക് ഡാറ്റ എന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അടുത്തത് വിവിപാറ്റിലെ മോക്ക് പോൾ സ്ലിപ്പുകൾ എടുത്തോ എന്നും അത് സീൽ ചെയ്തോ എന്നുള്ളതും ഒക്കെയാണ്. അതിനുശേഷമുള്ളൊരു ചോദ്യം കൺട്രോൾ യൂണിറ്റിലെ ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് വോട്ടുകൾ രേഖപ്പെടുത്തിയത് 0 പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയോ എന്നുള്ളതാണ്. മോക്ക് പോൾ സ്ലിപ്പുകളെ എല്ലാത്തിനും പുറകിൽ മോക്ക് പോൾ സ്ലിപ്പ് എന്ന സീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനുശേഷം ആ മോക്ക് പോൾ സ്ലിപ്പുകൾ തന്നിട്ടുള്ള കവറിലാക്കി അത് പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുണ്ടോ എന്നും രേഖപ്പെടുത്തേണ്ടതുണ്ട്. മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ ഈ ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരെ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തണം. പോളിംഗ് ഏജന്റിന്റെ പേരും പാർട്ടിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. കൺട്രോൾ യൂണിറ്റിന്റെ ഡിസ്പ്ലേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവുമായി വ്യത്യാസമുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് രേഖപ്പെടുത്തണം. മൈക്രോ ഒബ്സർവർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ മൈക്രോ ഒബ്സർവർമാരുടെ ഒപ്പ്
ഈ ഭാഗത്ത് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. മോക്ക് പോൾ സർട്ടിഫിക്കറ്റിന്റെ അടുത്ത ഭാഗത്ത് കൺട്രോൾ യൂണിറ്റ് ഷോസ് ടോട്ടൽ വോട്ട് 0 എന്നുള്ളതിന് ഒരു ടിക്ക് മാർക്ക് ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പ് രേഖപ്പെടുത്തണം. അതിനു താഴെയായി പോളിംഗ് ബൂത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും ഒപ്പുവെക്കേണ്ടതാണ്. മോക്ക് പോളിന് ശേഷം പോൾ മാനേജർ മൊബൈൽ ആപ്ലിക്കേഷനിൽ മൂന്നാമത് ചോദ്യമായ മോക്ക് പോൾ കണ്ടക്റ്റഡ് എന്നുള്ളതിന് യെസ് എന്ന് ഉത്തരം നൽകേണ്ടതാണ്. പോൾ മാനേജറിലെ നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും മോക്ക് പോളിന് ശേഷം നൽകേണ്ടതാണ്. വെദർ ഡാറ്റ entered during mock poll has been cleared before actual poll എന്നാണ് ചോദ്യം. അതിന് യെസ് എന്ന ഉത്തരമാണ് നൽകേണ്ടത്.